ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആര്യ ഇൻ ദ കോക്ക്പിറ്റ്, ആര്യ കോക്ക്പിറ്റിൽ എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് നോക്കിയാലോ. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. വെൻ ഷീ വാസ് 4 years old, she wanted to be Rosamma. Arya saw her at the circus. Rosamma was a trapeze artist. Arya wanted to fly in the air from sing to sing. Her clothes would glitter like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friend would be a clown. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആര്യ എപ്പോഴും പറക്കാൻ ആഗ്രഹിച്ചു അല്ലേ? 4 വയസ്സുള്ളപ്പോൾ റോസമ്മയാകാൻ അവൾ ആഗ്രഹിച്ചു. സർക്കസിൽ വെച്ചാണ് ആര്യ അവളെ കണ്ടത്. ട്രപ്പീസ് കലാകാരിയായിരുന്നു റോസമ്മ. ഊഞ്ഞാലിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് വായുവിൽ പറക്കാനാണ് ആര്യ ആഗ്രഹിച്ചത്. അവളുടെ വസ്ത്രങ്ങൾ റോസമ്മയുടേതുപോലെ തിളങ്ങും. 100 കണക്കിന് ആളുകൾ അവൾക്കായി കൈയടിക്കും. അവൾ ദിവസവും പരുത്തി മിഠായി കഴിക്കും. അവളുടെ ഉറ്റ സുഹൃത്ത് ഒരു കോമാളി ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഹി വാസ് 4 years old ആൻഡ് വൈ? എന്താ ചോദിച്ചിരിക്കുന്നേ? 4 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ആരായിത്തീരാനായിരുന്നു ആര്യയുടെ ആഗ്രഹം? എന്തുകൊണ്ട്? അപ്പോൾ ആരായിരുന്നു കൂട്ടുകാരെ? റോസമ്മ അല്ലേ? റോസമ്മ ആവാനല്ലേ ആര്യയ്ക്കിഷ്ടം? ആര്യ wanted to be like Rosamma, a trapeze artist, because she wanted to fly in the air from sing to sing. When Arya was 8 years old, she wanted to be Kalpana Chawla. She made herself an orange spacesuit. She wore it day and night. Arya, aren't you feeling hot in the suit? Astronauts have to get used to the suit. Amma, space is not as safe as the earth is. My suit will protect me. When Arya was 12 years old, she wanted to be Amelia Earhart. She built a model plane for her school project. It couldn't fly, but she still got the second prize. Arya even got a haircut like Amelia. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആര്യയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അവൾ കൽപ്പന ചൗളയാകാൻ ആഗ്രഹിച്ചു. അവൾ സ്വയം ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കി രാവും പകലും അത് ധരിച്ചു. ആര്യ, ആ സൂട്ടിൽ നിനക്ക് ചൂട് തോന്നുന്നില്ലേ? അമ്മേ, ബഹിരാകാശ യാത്രികർ ഈ വസ്ത്രം ശീലമാക്കണം. ഭൂമിയോളം സുരക്ഷിതമല്ല ബഹിരാകാശം. എൻ്റെ വസ്ത്രം എന്നെ സംരക്ഷിക്കും. ആര്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമേലിയ ഇയർഹാർട്ട് ആകാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ സ്കൂൾ പ്രൊജക്റ്റിനായി അവൾ ഒരു മാതൃകാ വിമാനം നിർമ്മിച്ചു. അതിന് പറക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവൾക്ക് 2ാം സമ്മാനം ലഭിച്ചു. അമേലിയെ പോലെ ആര്യയും മുടിവെട്ടി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഇനി. വൈ ഡിഡ് ദ 8 years old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? അപ്പം എന്താ മക്കളെ ചോദ്യം? 8 വയസ്സുള്ള ആര്യ കൽപ്പന ചൗള ആകാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ട്? എന്താ അതിൻ്റെ ആൻസർ വരുക? ആര്യ ലൈക്ക് ദ സ്പേസ് സ്യൂട്ട് വിച്ച് ആസ്ട്രോനോട്ട് യൂസ്ഡ് ടു വിയർ. സൂൺ ആര്യ ഹേർഡ് ഓഫ് ആംഗുലിയ ബായി, കുമുദ് മാൾ ആൻഡ് സരള തക്രൽ, the first Indian woman to fly a plane. Angulia Bai was just 16 years old. I can't wait till I am a teenager. So you can drive? No. So you can vote? No. Then what? So I can fly. When Arya was 8 years old, she wanted to become a fighter pilot. Who are they, Chechi? asked her little brother Raju, seeing a poster on her wall. They are Bhavana, Avani and Mohana, the first women to fly fighters plane in India. Are they your friends? Arya laughed. Maybe someday, Raju. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? താമസിക്കാതെ ആംഗലിയ ബായി, കുമുദ്മാൾ, സരള തക്രയിൽ എന്നിവരെക്കുറിച്ച് ആര്യ കേട്ടു. വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ. ആംഗുലിയ ബായിക്ക് 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു കൗമാരക്കാരി ആകുന്നതുവരെ എനിക്ക് കാത്തിരിക്കാനാവില്ല. അപ്പോൾ നിനക്ക് വണ്ടി ഓടിക്കാമോ? ഇല്ല. അപ്പോൾ നിനക്ക് വോട്ട് ചെയ്യാമോ? ഇല്ല. അത് കഴിഞ്ഞെന്ത്? അതിനാൽ എനിക്ക് പറക്കാൻ കഴിയും. ആര്യയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റാകണമെന്നായിരുന്നു ആഗ്രഹം. അവർ ആരാണ് ചേച്ചി? അവളുടെ ചുമരിൽ ഒരു പോസ്റ്റർ കണ്ട് അവളുടെ അനുജൻ രാജു ചോദിച്ചു. അവർ ഭാവന, ആവണി, മോഹന എന്നിവരാണ് ഇന്ത്യയിൽ ആദ്യമായി യുദ്ധവിമാനം പറത്തിയ വനിതകൾ. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണോ? ആര്യ ചിരിച്ചു. ഒരു പക്ഷേ എന്നെങ്കിലും രാജു.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? ആര്യയുടെ ഭിത്തിയിലെ പോസ്റ്ററിനെ കുറിച്ച് രാജു അവളോട് എന്താണ് ചോദിച്ചത്? ആര്യയുടെ പ്രതികരണം എന്തായിരുന്നു? എന്തായിരിക്കും മക്കളെ ആര്യയുടെ പ്രതികരണം? അവർ ഭാവന, ആവണി, മോഹന എന്നിവരാണ് ഇന്ത്യയിൽ ആദ്യമായി യുദ്ധവിമാനം പറത്തിയ വനിതകൾ. Arya replied that they were Bhavana, Avani and Mohana, the first women to fly fighter's plane in India. Arya saved up money to attend flying school. She spent years studying. She sat along with pilots to learn from them. She worked hard and ate a lot of carrots. Amma always said carrots are great for the eyes. Finally, she is ready to sit in the cockpit herself. Today is a special day for Arya. That's her in the cockpit. She was very excited because there are two special passengers on her plane this morning. Ladies and gentlemen, this is your captain Arya. Welcome aboard. Chechi, Raju was thrilled as my daughter Raju's mother hugged him. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആര്യ ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ പണം സ്വരൂപിച്ചു അല്ലേ? അവൾ പഠനത്തിനായി വർഷങ്ങളോളം ചെലവഴിച്ചു. പൈലറ്റുമാരിൽ നിന്നും പഠിക്കാൻ അവൾ അവർക്കൊപ്പം ഇരുന്നു. അവൾ കഠിനാധ്വാനം ചെയ്തു. ധാരാളം ക്യാരറ്റ് കഴിച്ചു. അമ്മ എപ്പോഴും പറയാറുണ്ട് ക്യാരറ്റ് കണ്ണുകൾക്ക് മികച്ചതാണെന്ന്. ഒടുവിൽ അവൾ കോക്ക്പിറ്റിൽ ഇരിക്കാൻ തയ്യാറായി. ഇന്ന് ആര്യയ്ക്ക് ഒരു വിശേഷ ദിവസമാണ്. ഇന്ന് കോക്ക്പിറ്റിൽ അവളാണ്. ഇന്ന് രാവിലെ അവളുടെ വിമാനത്തിൽ 2 പ്രത്യേക യാത്രക്കാർ ഉള്ളതിനാൽ അവൾ വളരെ ആവേശത്തിലാണ്. മാന്യരേ, ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ ആര്യ. വിമാനത്തിലേക്ക് സ്വാഗതം. ചേച്ചി, രാജു ആവേശഭരിതനായി. അതെ, എൻ്റെ മകൾ. രാജുവിൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. You have read about Arya's dream. Do you have dreams? What do you want to become in your life? Write about your dream. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആര്യയുടെ സ്വപ്നങ്ങളിലൂടെ കടന്നുപോയി. നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? ജീവിതത്തിൽ എന്തായി തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതൂ. അപ്പം മക്കൾക്ക് എന്താവാനാണ് ഇഷ്ടം? ഓരോരാൾക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടമുണ്ടാവും, ഓരോരാൾക്ക് ടീച്ചർ, മാഷ്, അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവും. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു മാതൃക നോക്കാം. Yes, I have a dream. When I grow up, I want to be a scientist. I want to discover new things and create things that can help people. I imagine myself working in a special lab with a lot of cool tools and equipment. I have already started doing simple science experiments at home, like growing crystals and making slime. It is a super fun. I know it don't be easy, but I will work hard to make my dream come true. Activity 2. Here is a timeline of Arya's aspiration and dreams. Complete the timeline and write a few sentences about it. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആര്യയുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു ടൈം ലൈൻ ഇതാ. ടൈം ലൈൻ പൂർത്തിയാക്കി അതിനെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ എഴുതുക. ഈ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. ഏജ് 4. ആര്യ സീസ് റോസമ്മ അറ്റ് ദ സർക്കസ് ആൻഡ് വാണ്ട് ടു ഫ്ലൈ ലൈക്ക് ഹെർ. ഏജ് 8. ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള ആൻ ആസ്ട്രോനട്ട്. ഏജ് 12. Arya wants to be Amelia Earhart, a pilot. Age 14. Arya learns about Indian women who flew planes. Age 18. Arya decided to become a fighter pilot. Years later, Arya attends a flying school, studies hard and works toward her dream. Today, Arya is finally ready to fly a plane with 2 special passengers on board. Arya, a young girl, has always dreamed of flying. She once saw Rosamma, a trapeze artist, at the circus. When she was 4 years old, she wanted to fly like her. As she grew older, her dreams changed and she wanted to be like Kalpana Chawla, an astronaut, and also like Amelia Earhart, a pilot. She learned about Indian women who flew aeroplanes and was determined to become a fighter pilot herself.
After years of studying and training, Arya finally gets her chance to fly a plane with two special passengers on board. She is thrilled and proud to be a pilot. അപ്പോൾ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം.